രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ചുള്ള പഠന പരമ്പരയുടെ 21ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കൗൺസിലുകളും റോമൻ ചക്രവർത്തിമാരും എന്ന വിഷയമാണ്. ആദ്യത്തെ കൗൺസിലുകളൊക്കെ, പ്രത്യേകിച്ച് ആദ്യത്തെ 8 കൗൺസിലുകൾ വിളിച്ചുകൂട്ടിയിരുന്നത് റോമൻ ചക്രവർത്തിമാരായിരുന്നു. ആദ്യത്തെ 8 കൗൺസിലുകളിലും പൗരസ്ത്യ സഭകൾ പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് ആദ്യത്തെ കൗൺസിലുകളെയൊക്കെ എക്യുമെനിക്കൽ കൗൺസിലുകൾ എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ആദ്യത്തെ 8 കൗൺസിലുകളിൽ പാശ്ചാത്യ സഭയുടെ സാന്നിധ്യം പലപ്പോഴും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നപ്പോഴൊക്കെ നാമമാത്രമായിരുന്നു. പിന്നീടുള്ള കൗൺസിലുകളിൽ പൗരസ്ത്യ സഭകൾ പങ്കെടുക്കാതിരുന്നിട്ടുള്ള കൗൺസിലുകളുണ്ട്, നാമമാത്രമായി പങ്കെടുത്ത കൗൺസിലുകളുമുണ്ട്. 325 നിഖിയ സൂനഹദോസിൽ വെച്ചാണ് ക്രിസ്തുവിൻ്റെ മനുഷ്യത്വവും ദൈവത്വവും ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുന്നത്. 451 കാൽസിഡോണിയൻ കൗൺസിലിലാണ് ഇതേ വിഷയം ഔദ്യോഗികമായി കുറച്ചുകൂടി ആധികാരികമായി പ്രഖ്യാപിക്കുന്നത്. 381 കോൺസ്റ്റാന്റിനോപ്പിളെ കൗൺസിലിൽ വെച്ച് ക്രിസ്തുവിൻ്റെ ദൈവസ്വഭാവവും മനുഷ്യ സ്വഭാവവും സഭ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. ആദ്യത്തെ 8 കൗൺസിലുകളിൽ, പ്രത്യേകിച്ച് 451 വരെയുള്ള കൗൺസിലുകളിൽ സഭയുടെ ക്രിസ്തു ദർശനപരമായ പഠനങ്ങൾ ഏറ്റവും നന്നായി, കൃത്യമായി, വ്യക്തമായി സഭ അവതരിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ കൂടുതലായും പൗരസ്ത്യ സഭകളുടെ പങ്കാളിത്തത്തോടെയും സജീവമായ പങ്കാളിത്തത്തോടെ ആണ് നടപ്പാക്കപ്പെട്ടത്, പ്രഖ്യാപിക്കപ്പെട്ടത്, ചർച്ച ചെയ്യപ്പെട്ടത്. പൗരസ്ത്യ സഭകൾ അവിടെയൊക്കെ നാമമാത്രമായിരുന്നു. എന്നാൽ ഈ കൗൺസിലുകളൊക്കെ വിളിച്ചുകൂട്ടിയിരുന്നത് പാശ്ചാത്യ റോമൻ ചക്രവർത്തിമാരായിരുന്നു. സഭാതലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ പൗരസ്ത്യ സഭയിൽ ഇത് സജീവമായി പ്രവർത്തിച്ചു. രാഷ്ട്രീയ തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ പാശ്ചാത്യ രാഷ്ട്രീയ അധികാരികൾ സജീവമായി പ്രവർത്തിച്ചു. പാശ്ചാത്യ രാഷ്ട്രീയ അധികാരികളും പൗരസ്ത്യ സഭാപിതാക്കന്മാരും ഒരുമിച്ച് പ്രവർത്തിച്ചതുകൊണ്ട് ഈ സഭയുടെ ഔദ്യോഗിക വിശ്വാസ സത്യങ്ങളൊക്കെ ഔദ്യോഗികമായിട്ട് കൗൺസിലുകൾക്ക് ശേഷം പ്രഖ്യാപിച്ചത് പാശ്ചാത്യ ചക്രവർത്തിമാരായിരുന്നു. അതുകൊണ്ടാണ് കൗൺസിലുകളിൽ റോമൻ ചക്രവർത്തിമാരുടെ പങ്ക്, സ്വാധീനം എന്ന വിഷയം ചർച്ച ചെയ്യാനായിട്ട് ഇടവരിക. കൗൺസിലുകളുടെ ചർച്ചകളും ഒക്കെ നയിക്കുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും സഭാപിതാക്കന്മാരായിരുന്നുവെങ്കിലും ആദ്യത്തെ 8 കൗൺസിലുകളിലും ആ തീരുമാനങ്ങളൊക്കെ പ്രഖ്യാപിച്ചത് റോമൻ ചക്രവർത്തിമാരായിരുന്നു.